എന്ന് പറയുന്ന കൈച്ചരവത്തിന് പന്തളം പുകഴ്പടച്ച മധുരയിൽ പാണ്ഡിവന് പന്തളത്ത് കൊട്ടാരം പണിത പാണ്ഡ്യൻ രാജാവിൻ്റെ വളർത്തുപുത്രനായ സ്വാമി അയ്യപ്പൻ. പിന്നീടാണ് സ്വാമിയാവുന്നത്. അയ്യപ്പന് 12 വയസ്സിൽ വിദ്യകളൊക്കെ പഠിപ്പിച്ച് പൂർത്തീകരിക്കുമ്പോൾ അന്ന് അവതരിപ്പിച്ച വിദ്യ എന്നാണ് പറയുന്നത്. അയ്യൻ എന്ന് പറയുന്ന അയ്യപ്പനോടൊപ്പം ജോഡിയുണ്ടായിരുന്ന മറ്റൊരു ജോഡിയുണ്ടായിരുന്നു. അതിനെ മാറച്ചൻ എന്നാണ് പറയുന്നത്. ഇന്ന് അറിയപ്പെടുന്നത് വാവരെന്നാണ്. ആണ് അയ്യനും മാറച്ചനും 60,000 മുട്ടാരയ്ക്ക് കുത്തിര തട്ടത് തടുത്ത് മാറച്ചൻ താന്നിട്ട് അടുത്ത് പുറമാറി തകത്ത് തകതി തികത്ത് തികതി താന്നു തടുത്താൻ അയ്യൻ മന്നവനെ വലമത മാറി 70 കാലം കെട്ട് കുഞ്ഞിയടയ്ക്കാൽ അഴകെടുപ്പിരി ഉറപ്പെടു തൂക്കിക്കെട്ട് വായിൽ നിന്ന് വെട്ട് വാഹിലാകെ വെട്ട പോരുന്ന് വെട്ട പൂടാൻ പറ്റാറെന്നാണ്. നിന്റെ തൈ കണ്ടപോത് നേശമായി കളരി തന്നിൽ കണ്ടവൻ അധിക യുക്തിക്കൻ ഇവിടെ മുറകൾ ചേരാ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അഭ്യാസ വിദ്യ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അവിടെ നിന്ന് പെരുക്കും ചാട്ടവും മുറകളൊക്കെ കാണിച്ചു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഒരു വിദ്യ പഠിച്ചവനും രാജസദസ്സിൽ അവതരിപ്പിക്കാൻ മഹാരാജാവ് നിന്നത് കണ്ടപോത് ദേശമായി കളരി തന്നെ കണ്ടവൻ അധിക യുക്തിക്കൻ ഇവിടെ മുറ പന്തളം പുകഴ്പടച്ച മധുരയിൽ പാണ്ഡ്യമേനൻ കൊണ്ടാടി മനവതനത്ത് കൊടുത്തനവളകളില്ല. അതായത് ഒരു വിദ്യ പഠിച്ചവനും രാജസദസ്സിൽ അവതരിപ്പിക്കാനും അവർക്ക് സമ്മാനങ്ങൾ നൽകിയതായിട്ട് ചരിത്രമുണ്ട് പാണ്ഡ്യൻ മഹാരാജാവ്. അങ്ങനെ ഈ കൈച്ചരവത്തിന് അങ്ങനെ ഒരു മുറ ഇവിടെ ഉണ്ട്.